നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് അറബ് ലോകത്ത് ഏറ്റവും ചർച്ചയായിരുന്ന പേരായിരുന്നു മഹ്മൂദ് അഹമ്മദി നജാദിന്റേത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്ന അദ്ദേഹത്തിന്റെ ലോകവേദികളിലെ പല പ്രസംഗങ്ങളും നിലപാടുകളും വിവാദമായിരുന്നു. 8 വർഷം ഇറാന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം കുറച്ചുകാലമായി പൊതുവേദികളിൽ സജീവമല്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗമാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അസർബൈജാൻ അതിർത്തിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കഴിഞ്ഞ മാസമാണ് റൈസി മരിച്ചത്. 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ഇറാൻ നിയമം. ഇതുപ്രകാരം ഈ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. മത്സരിക്കാൻ താൽപര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒട്ടേറെ പ്രമുഖർ ഇതിനോടകം തന്നെ പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതിൽ നജാദിന്റെ സാന്നിധ്യമാണ് ആഗോള മാധ്യമങ്ങളിൽ നിറയുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാകും എന്നാണ് നജാദിന്റെ വാദം. ഇറാൻ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് നജാദ് ഇത്തരമൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്ന നജാദ് പദവി ഒഴിഞ്ഞ 4 വർഷം കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ ഇറാനിൽ അനുമതിയുണ്ട്. ഇതുപ്രകാരം 2017 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തു എങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് അന്ന് നജാദ് പേര് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് രംഗത്ത് വന്നിരുന്നില്ല. ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് നജാദ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആഭ്യന്തരമായും അന്തർദേശീയമായും ഇറാൻ നേരിടുന്ന വെല്ലുവിളികളിൽ പരിഹരിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ ഗാർഡിയൻ കൌൺസിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വലിയൊരു കൂട്ടം അനുയായികൾ നജാദിനൊപ്പം ഉണ്ടായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിനം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഞായറാഴ്ച നിരവധി പ്രമുഖരാണ് പേര് രജിസ്റ്റർ ചെയ്തത്. ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗാർഡിയൻ കൌൺസിലാണ്. മത നിയമ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയാണ് ഇത്. വിമതസ്വരമുള്ളവരെ മത്സരിപ്പിക്കാൻ ഗാർഡിയൻ കൌൺസിൽ തയ്യാറാകില്ല എന്ന വിമർശനവുമുണ്ട്. അഹമ്മദി നജാദ് പ്രസിഡന്റായിരുന്ന വേളയിൽ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധമായിരുന്നു പ്രധാന കാരണം. പിന്നീട് പ്രസിഡന്റായ ഹസൻ റുഹാനിയയുടെ കാലത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിയ തോതിൽ ഉപരോധത്തിൽ ഇളവ് വരുത്തിയത്. എന്നാൽ ഒബാമയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായതോടുകൂടി ഇറാനെതിരായ ഉപരോധം ശക്തമാക്കുകയായിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചിരുന്ന സയ്യിദ് ജലീലി, 3 തവണ പാർലമെന്റ് സ്പീക്കറായിരുന്ന അലി ലാരിജാനി, ടെഹ്റാൻ മേയർ അലി റസ സഖാനി, കേന്ദ്ര ബാങ്ക് മേധാവി മുൻ മേധാവി അബ്ദുനാസർ ഹിമാത്തി തുടങ്ങി നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ കൌൺസിലിന്റെ അനുമതി ലഭിക്കുന്നവർ തമ്മിലാകും മത്സരം നടക്കുക. രാജ്യത്തിന്റെ സർക്കാരിന് ചുക്കാൻ പിടിക്കുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെ പ്രതിനിധീകരിക്കുകയുമാണ് പ്രസിഡന്റിന്റെ പ്രധാന ചുമതല. പ്രസിഡന്റും പാർലമെന്റിനും മുകളിലാണ് പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ സ്ഥാനം. ഇറാനിലെ അവസാന വാക്ക് ഇദ്ദേഹത്തിന്റേതാണ്. ഇദ്ദേഹം സ്ഥാനം ഒഴിയുന്ന ആ ഒരു അവസരത്തിലേക്ക് പ്രസിഡന്റിന് ഒരുപക്ഷെ സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അവിടെ ഇത്രയും ചർച്ചയാകാനുള്ള സാധ്യതയും വരുന്നത്.